ആമേൻ. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 15-ാം വാക്യം. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹേരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. യേശു ശിഷ്യന്മാരോട് അങ്ങോട്ട് പോകുമ്പോ പറയുകയാണ്, പരീശന്മാരുടെ പുളിച്ചമാവും ഹേരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളും. എന്താണ് ഈ പുളിച്ചമാവിന്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് മലയാളിക്ക് നന്നായിട്ട് അറിയാം. കാരണം ശകലം എടുത്തിട്ട് മാവിൽ ഒഴിച്ചു വെച്ചിരുന്ന പെട്ടെന്ന് മാവ് മുഴുവൻ ബാക്കിയിരിക്കുന്ന മാവ് മുഴുവൻ പുളിപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ഒരു ശകലം അസൂയയും കുശുമ്പും ഗോസിപ്പൊക്കെ പറയുന്ന ആള് മതി മൊത്തത്തിലുള്ളവരെ കലക്കി കളയും. ഹല്ലേലൂയ. നമ്മൾ വെറുതെ ഇരിക്കുന്നത് നമ്മളായിരിക്കും. ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുകയായിരിക്കും. പക്ഷേ എങ്കില് വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് തന്നാൽ പിന്നെ അതിങ്ങനെ കിടന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് എന്തെങ്കിലും ഒരു ചത്തതോ ചീഞ്ഞതോ ആയ സാധനം നമ്മുടെ മുറിക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ആ മുറിയെ മൊത്തം നാറ്റിക്കുന്ന കണക്ക്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ടാ പറഞ്ഞേ. അപ്പൊ സദൂക്യരെയും ഒക്കെ എന്ന് വെച്ചാൽ അവര് സദൂക്യരൊക്കെ അന്നത്തെ വലിയ വലിയ ആൾക്കാരാ, പരീശന്മാരെന്ന് വെച്ചാൽ അറിയാമല്ലോ, എല്ലാ കൽപ്പനകളൊക്കെ പ്രമാണിച്ച് ഹല്ലേലൂയ സകലത്തിലും പതാരമൊക്കെ കൊടുത്തു ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് പരീശന്മാർ. അവരുടെ വായിൽ നിന്ന് വരുന്നത് പുളിച്ചതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നോക്കുമ്പം പ്രാർത്ഥനയുണ്ട്, വചനമുണ്ട്, ഹല്ലേലൂയ എല്ലാം ഭയങ്കര ചിട്ടയായിട്ട് ടൈത്തൊക്കെ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഹല്ലേലൂയ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലായി പോകും. ഹല്ലേലൂയ. അപ്പൊ വെറുതെ ഇരിക്കുന്ന, നല്ല സ്വസ്ഥമായി പോകുന്ന, സന്തോഷമായി പോകുന്ന പല ഇടങ്ങളിലും കലക്കത്തിന്റെ ആത്മാവിനെ ഇടുന്നത് ഇതുപോലുള്ള പുളിച്ച മാവ് ആയിട്ട് നടക്കുന്നവരാണ്. അതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായത്തില് തൊട്ട് മുമ്പല്ല അത് 7-ാം അധ്യായത്തിൽ അത് വ്യക്തമായി കർത്താവ് പറയുന്നുണ്ട്. 21-ാം വാക്യം ഒന്ന് വായിച്ച്. 21, 22, 7-ന്റെ. മാർക്കോസ് 7-ന്റെ മാർക്കോസ് 7-ന്റെ 21, 22. കിട്ടിയാ? ഇല്ല, വായിക്കാം. മാർക്കോസ് 7-ന്റെ 21, 22. അകത്തു നിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നു. ഈ ദോഷങ്ങൾ എല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നും അവൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പം അതിനു മുമ്പ് കർത്താവ് പറയും, നിങ്ങൾ കിണ്ടികിണ്ടങ്ങളുടെ എല്ലാം പുറം വെടിപ്പാക്കുന്നു. ഹല്ലേലൂയ. അകമെന്താ? ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ വെള്ളയടിച്ച് ശവക്കല്ലറ പോലെയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്ന് വെച്ചാൽ ശവക്കല്ലറ എപ്പോഴും പുറമെ നല്ല വെള്ള പെയിന്റോ നല്ല മാർബിളോ ഗ്രാനൈറ്റോ ഒക്കെ ഇട്ട് അലങ്കരിച്ച്, പക്ഷെ അകം തുറന്നു കഴിഞ്ഞാൽ ചീഞ്ഞ് നാറി ഇരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ നമ്മുടെ ഉള്ളം എങ്ങനെയാണ്, നമ്മുടെ ഹൃദയം എങ്ങനെയാണ്? ഞാൻ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കും. ഇത് പറയുമ്പോഴെല്ലാം ഞാൻ പറയണ്ട, നമ്മുടെ സാംപാസ് പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറയാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അവരുടെ കയ്യിൽ ഒരു നല്ലൊരു ലഡു, ഏറ്റവും ഡെലീഷ്യസ് ആയ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഡു ഒരാൾ കയ്യിൽ വെച്ച് നമുക്ക് നീട്ടും. നമ്മളത് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ നോക്കുമ്പോഴാണ് കൈ മൊത്തം വ്രണം കൊണ്ട് പഴുത്ത് നാറി ചീഞ്ഞ് പഴുപ്പൊക്കെ ഒലിച്ച് വ്രണമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു കയ്യിലാണ് ഈ ലഡു ഇരിക്കുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും അതെടുത്ത് കഴിക്കുമോ? ഇല്ല. ലഡു എത്ര ഡെലീഷ്യസ് ആന്ന് പറഞ്ഞാലും, എത്ര അത് നെയ്ക്കാത്ത മധുരമൊക്കെ ചേർത്ത് എല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന കൈ ചീഞ്ഞ് നാറിയതാണെങ്കിൽ നമ്മൾ കഴിക്കത്തില്ലത്, അല്ലേ? എന്തിനു പറയുന്നോ, നമുക്കിപ്പോ ഒരാളൊരു കാര്യം, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തരുമ്പോ ആ ഗ്ലാസ് മര്യാദയ്ക്ക് വൃത്തിയായി കഴിയിട്ടില്ലെങ്കിൽ പോലും നമ്മളെ വെള്ളം പയ്യെ ഒന്ന് സിപ്പയുടെ താത്ത് വെക്കും, അല്ലേ? കാരണം എന്താ? ഹല്ലേലൂയ. നമുക്ക് കുടിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ആ എടുത്തിരിക്കുന്ന സാധനം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന സാധനത്തിന്റെ കൂടെ ഹല്ലേലൂയ അതിനെ കൂടെ അശുദ്ധമാക്കാൻ ആ പാത്രത്തിന് കഴിയും.
അപ്പൊ നമ്മളാകുന്ന പാത്രം ഹാലേലൂയ, നമ്മള് ദൈവസന്നിധി എത്രയൊക്കെ കരമുയർത്തി സ്തോത്രം ചെയ്താലും ദൈവം അത് സ്വീകരിക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹൃദയം ചീഞ്ഞളിഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഗലാത്യ ലേഖനം പഠിക്കുമ്പോഴും ജഡത്തിന്റെ ഇതിനെക്കുറിച്ച്, ഫലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ജഡത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് നമ്മുടെ അകത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്. ഇതിന്റെ കാരണം എന്താ? ഇത് പറയാൻ കാരണം എന്താ? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു. കൈകാലുകളൊക്കെ കഴിയും. അവരുടെ പരീക്ഷന്മാരുടെ സമ്മതം അനുസരിച്ച് ഈ കാലും കൈയൊക്കെ കഴുകൽ പരിപാടിയൊക്കെ ഉണ്ട്. ചെയ്യാതെ കഴിക്കുന്നു പറയുമ്പോഴും അവരുടെ അകത്തേക്ക് പോകുന്ന ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. അകത്തുനിന്ന് വരുന്നതാ മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവിടെയാണ് കർത്താവ് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങള് കിണ്ടികിണ്ടങ്ങളുടെ എല്ലാം പുറമെല്ലാം വെടിപ്പാക്കാൻ ശ്രമിക്കും. പക്ഷെ അകം എങ്ങനെ ഇരിക്കുന്നു നോക്കുക. പണ്ടൊക്കെ നമ്മൾ ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പണ്ട് ഈ അടുപ്പും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് തീയൊക്കെ ഇട്ട് ഉപയോഗിക്കും, വിറകൊക്കെ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ കലങ്ങളും പാത്രങ്ങളും എല്ലാം പുറത്ത് കരി പിടിച്ചിരിക്കും അല്ലെ? ഭയങ്കര കരിയായിരിക്കും. പക്ഷെ അകം നല്ല വൃത്തിയായിട്ടൊക്കെ അവർ തേച്ച് വീഴും. കാരണം വെച്ചാൽ അകമാണല്ലോ, പുറം കരി പിടിച്ചത് എത്ര തേച്ച് കഴിഞ്ഞാൽ പിന്നെ അടുപ്പൊക്കെ കരി പിടിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ വെക്കും. പക്ഷെ ചില ആൾക്കാർ നേരെ തിരിച്ച പുറമൊക്കെ അല്ല വൃത്തിയായിരിക്കും, പക്ഷെ അകത്തിന് വലിയ വൃത്തിയൊന്നും ഉണ്ടാകത്തില്ല. രണ്ട് രീതിയിൽ കഴിയും. പക്ഷെ അങ്ങനെയുണ്ട് ഹാലേ. പക്ഷെ അകം ഹാലയില്ല, വൃത്തി ഉള്ള പുറമേ ചെയ്ത് നമ്മൾ ചില ആൾക്കാരെ കാണാൻ പറയുന്നത് പുറമേ കറുപ്പൊക്കെ ആണെങ്കിലും അകം നല്ല വെളുപ്പാണ്. ചില ആൾക്കാർ നോക്കിയിട്ട് പുറത്തെ തൊലി മാത്രമേ എളുപ്പമുള്ളൂ കേട്ടോ, അകം മൊത്തം കറുത്തതാ എന്ന് പറയും. ഇതൊക്കെ ആൾക്കാരെ നോക്കി നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ. കാരണം ഇതിന്റെ എല്ലാ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ഹൃദയം വായ തുറന്നാൽ ആരെക്കുറിച്ച് നല്ലത് പറയത്തില്ല. വായ തുറന്നു കഴിഞ്ഞാൽ ആരെക്കുറിച്ചും എന്തെങ്കിലും ഉള്ളതോ ഇല്ലാത്തോ ഗോസിപ്പുകളെ ഇപ്പം ചിലപ്പം ചില ചാനലുകൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ യൂട്യൂബിലൊക്കെയുള്ള ചില ചാനലുകൾ മറ്റുള്ളവർ കുറ്റം പറയും മാത്രം ഉപയോഗിക്കുന്ന ചാനലാണ്. ഒരു സ്ത്രീയുടെ ചാനലൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ എന്താ ജോളി സ്റ്റോക്ക് ഏതാണ്ട് ഇത് അവരുടെയൊക്കെ ചാനലിലാണെങ്കിൽ ഈ ലോകത്ത് ആരുടെ വായിന്ന് എന്ത് വീഴുന്ന് നോക്കിയിരിക്കണം അവർ പറയാനായിട്ട്. അതെടുത്തുണ്ട് പബ്ലിക്കിന് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ഹൃദയത്തിൽ മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം നോക്കുന്ന ചില ആൾക്കാർ അതുപോലെ നമ്മൾ കാണാറുണ്ട്. എന്താ എത്രയൊക്കെ ഉപകാരം ചെയ്തു കൊടുത്താലും എന്തൊക്കെ ചെയ്താലും അതെല്ലാം അവരങ്ങ് മറന്നും ഒരാളുടെ ഒരു മനുഷ്യന്റെ ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ അതിനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പ്രവണത ഉണ്ടാറുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ മിക്കാറുള്ളവർക്കെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എവിടുന്ന് വരുന്ന വെച്ചാൽ ഇതൊക്കെ ഹൃദയത്തിന്റെ കുഴപ്പമാണ്. കാരണം ഹൃദയം അകത്ത് നിന്ന് മനുഷ്യ ഹൃദയത്തിൽ നിന്ന് വരുന്നതിന് എന്താ ദുഷ്ചിന്ത. നമ്മുടെ ചിന്തകൾ ദുഷിച്ചതാകുന്നത്. ദുഷിച്ച ചിന്തയുള്ളവർ എപ്പോഴും എന്തുകൊണ്ടാണ് ഇത് ഇന്ന് ഈ സബ്ജക്റ്റ് സംസാരിക്കുന്നത്? നമ്മൾ ഉപവാസത്തിന്റെ നാളുകളാണ്. ഉപവാസത്തിന്റെ നാളുകളിൽ നമ്മളുടെ ഉള്ളത്തിൽ വരുന്ന നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കണം നമ്മൾ ശോധന ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എങ്ങനെയായിരിക്കണം ആരെങ്കിലും എന്തെങ്കിലും ഗോസിപ്പൊക്കെ പറയുമ്പോൾ കേൾക്കാൻ വലിയ ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ കിട്ടത് 10 പേരോട് അങ്ങോട്ട് കിട്ടിയത് അപ്പുറത്തേക്ക് മാറി ചിന്തിക്കുക, നല്ലതാണോ ചീത്തയാണോ ചിന്തിക്കാതെ ഇന്ന അറിഞ്ഞ ഒരു കാര്യം ആരോടും പറയല്ലേ, നിന്നോട് മാത്രം പറയാം, അടുത്ത ആളോടും പറയാം, ആരോടും പറയല്ലേ. നമ്മൾ ഇങ്ങനെ പറയുന്നവരാണോ നമ്മൾ? ഞാൻ എപ്പോഴും പറയണ്ട ഈ ഗോസിപ്പ് വീഡിയോസ് ഒക്കെ വരും. പണ്ട് തന്നെ ദേവദാസ് എന്നോട് പറഞ്ഞു തന്നൊരു ഉപദേശം, ഈ ഗോസിപ്പ് വീഡിയോ ഒക്കെ വരുമ്പോൾ അത് ആർക്കും ഷെയർ ചെയ്യരുത്, അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കണം. നമ്മളായിട്ട് അത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇടയായി കഴിഞ്ഞാൽ നമ്മൾ പിശാചിന്റെ ദൂതന്മാരായി മാറുക ചെയ്യും. നമ്മളതിൽ കേൾക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരോട് കേട്ടത് അറിഞ്ഞോ, നിങ്ങൾ അറിയാതെ ഇന്നടുത്ത് ധർമ്മം നടന്ന് പറയുകയാണെങ്കിൽ അതും പിശാചിന്റെ ദൂതന്മാരായി മാറുക. ഇന്നലെ നമ്മൾ രാത്രി ഇന്നലെ വൈകിട്ടത്തെ ന്യൂസ് ചെയ്യാൻ രാത്രി വിജയപ്പാസ് വിളിച്ച് പറയുമ്പോഴാണ് കാണുന്നത്. വണ്ടാനം മെഡിക്കൽ കോളേജിലുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികളായ കുറച്ചു പേര് ഒരുമിച്ച് സഞ്ചരിച്ച കാറ് നിയന്ത്രണം വിട്ട് KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറി 5 കുഞ്ഞുങ്ങൾ അപ്പൊ തന്നെ മരിച്ചു. 2 പേരുടെ നില ഗുരുതരമാണ്. മനുഷ്യന്റെ ആയുസ്സിന് ഇത്രയൊക്കെ ഉള്ളു. എത്ര ആ മാതാപിതാക്കന്മാർ എത്ര കഷ്ടപ്പെട്ട് എത്ര ആഗ്രഹത്തോടു കൂടി അവരെ പോറ്റി പുലർത്തി പഠിപ്പിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. ഒറ്റ നിമിഷം കൊണ്ട് ഇന്നത്തെ മഴയത്ത് അത് വിഷൻ കൃത്യമായിരുന്നില്ലെന്ന് ഓവർ സ്പീഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷെ എന്താണെങ്കിലും നിമിഷ നേരം കൊണ്ട് കാര്യങ്ങൾ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആയുസിന്റെ ബലം ഇത്രയൊക്കെ ഉള്ളു. നമ്മളൊക്കെ ഇന്ന് അങ്ങോട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല.
അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ആർക്കും ദോഷം ചെയ്യാൻ ശ്രമിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ച ചിന്തകൾ വരാതെ നമ്മൾ തന്നെത്താൻ അഹങ്കരിക്കാതെ ഞാൻ എന്ന പാവമൊന്നും ഇല്ലാതെ ദൈവം പറയുന്ന കണക്ക് ദൈവസന്നിധി തന്നെത്താൻ താഴ്ത്തി മറ്റുള്ളവർക്ക് ഉപകാരമായി ഇവിടെ ദുശ്ചിന്ത ആദ്യം മനസ്സിലായി. അപ്പൊ നമ്മുടെ ചിന്തകളിലൂടെ ദുഷിച്ച ചിന്തകൾ വരാറുണ്ട് നമുക്ക് എല്ലാവർക്കും. പ്രവൃത്തി വന്നില്ലേ അല്ലെ? നമ്മുടെ ചിന്താമണ്ഡലത്തെ പിടിച്ചു നിർത്താൻ വേറെ അറിയാം. ഇപ്പൊ സാറാമസ്റ്റർ ചിന്താമണ്ഡലം ഇങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ പറയാൻ പറ്റുമോ? സാറാമസ്റ്റർ ഇപ്പൊ എന്തൊക്കെ ചിന്തിക്കുന്ന എനിക്ക് എന്തെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? പറ്റില്ല. പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിയാം, അല്ലെങ്കിൽ അവരുടെ ആക്ഷനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ചെയ്താൽ തിരിച്ചറിയാം. പക്ഷേ ഉള്ളിൽ വരുന്ന ചിന്തകളെ നമുക്ക് ഒരിക്കലും അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. പക്ഷേ ഇത് അനലൈസ് ചെയ്യുന്ന ഒരാളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ എന്താ ചിന്തിക്കാൻ പോകുന്ന അറിയുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ദാവീദ് പറഞ്ഞ പോലെ നമുക്കൊരു ബോധ്യം ഉണ്ടാകാതെ കർത്താവെ നിന്നെ ഒളിച്ചിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ നമ്മുടെ പറയുന്ന കണക്ക് ഇരുട്ടത്ത് പറഞ്ഞാലും വെളിച്ചത്ത് പറഞ്ഞാലും ഹല്ലേലൂയ ആമേ അതെല്ലാം കർത്താവ്. അപ്പൊ അതുകൊണ്ട് ദുഷിച്ച ചിന്തകൾ നമ്മളിപ്പോ അത് നമ്മുടെ കൺട്രോളിലല്ല. ബോളി ഇച്ചിരി കൂടി കൂട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകും. കൺട്രോളിലല്ല നമ്മുടെ ചിന്തകൾ. ഹല്ലേലൂയ. അപ്പൊ ചിന്ത നമ്മൾ നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ചിലതൊക്കെ കാണുമ്പോൾ അപ്പൊ നമ്മൾ ട്രാവലിലേക്ക് ചില വിഷൻസ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ ചില ശബ്ദങ്ങളിലേക്ക് നമ്മുടെ ഉള്ളിൽ അറിയാണ്ട് ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കും. പെട്ടെന്ന് ചിലപ്പോൾ ഒരു നിമിഷം നമ്മുടെ ചിന്തകൾ വിട്ടുപോകും, നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോളിൽ നിന്ന് വിട്ടുപോകാറുണ്ട്. പക്ഷേ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ അപ്പം തന്നെ നമ്മൾ പിടിച്ച് നിർത്തണം. ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് നമ്മുടെ ഉള്ളിലേക്ക് നമ്മള് ചില ആൾക്കാർക്ക് നമ്മൾ പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മറ്റു മറിച്ച് ഇതൊക്കെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അതിന് മനഃപൂർവ്വമായിട്ട് നമ്മൾ അതൊക്കെ ദുശ്ചിന്തയെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിലപ്പോൾ എന്താ പറയാ നമ്മൾ എന്തോ ചെയ്യണം, കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഇതൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ഇപ്പൊ കേൾക്കാവല്ലോ അല്ലെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് ദുഷ്യന്ത. പക്ഷേ ദുഷിച്ച ചിന്തകൾ വരാണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ആവശ്യമില്ലെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ പലതും നമ്മളിലേക്ക് കാണുമ്പോൾ എന്നൊന്ന് കണ്ടു നോക്കിയൊക്കെ എന്നൊക്കെ വിചാരിച്ച് ഞാൻ നേരത്തെയൊക്കെ പറയാറില്ലേ എന്താ വെച്ചാൽ ഒരു പാചകം നോക്കാനോ ഒരു മെസ്സേജ് നോക്കാനോ കയറുന്നതായിരിക്കും. പക്ഷെ കയറുമ്പോഴത്തേന് വേറെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കൊണ്ട് ഒരു മണിക്കൂർ അതിനകത്ത് പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ അതൊക്കെ നമ്മുടെ ചിന്തകളെ ഇത് കാണണമെന്ന് ആഗ്രഹം കൊണ്ടുവന്ന് നമ്മളവിടെ പിടിച്ചിരുത്തുന്നതാണ്. അപ്പൊ നമ്മുടെ ചിന്തകളിൽ ദുഷിച്ചതും നല്ലതും ഒക്കെ വരുമ്പോൾ അതിനെ മറ്റുള്ളവർ തിരിച്ചറിയുന്നില്ല എന്ന് വിചാരിച്ച് അതിനകത്ത് രസിച്ചുകൊണ്ടിരിക്കില്ല. നമ്മൾ അപ്പൊ തന്നെ അതിനെ ശാസിച്ച് നമ്മളതിന് ജയമെടുക്കണം. അടുത്ത പറയുന്ന മനുഷ്യ ഹൃദയത്തെ ദുശ്ചിന്ത വ്യഭിചാരം. അയ്യോ ഞങ്ങൾ ആരും വ്യഭിചാരം ചെയ്യത്തതേ ഇല്ലെന്ന് പറയല്ലേ. ഹല്ലേലൂയ. എന്റെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ കണ്ണുകൊണ്ട് മോഹിച്ചാൽ പാപം ചെയ്തു കഴിഞ്ഞു, ഹൃദയത്തിൽ ഒരാൾ മോഹിച്ചാൽ പാപം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ആമേ നമ്മുടെ ആമേ എന്താ പറയാ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത പറയുന്നത് പരസംഗം. ഹല്ലേലൂയ. ഇതിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ബൈ ആക്ഷൻ അല്ല, ഇതെല്ലാം ഹൃദയം കൊണ്ട് ചിന്ത കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും അല്ലെ? പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ഫിസിക്കലി നമ്മൾ എൻഗേജ്ഡ് ആകുന്നത് മാത്രം പാപമെന്ന് കരുതിയിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ പുതിയ നിയമം ഞാൻ പറയാം കുറച്ചും കൂടെ സ്ട്രിക്റ്റ് അല്ല. പറയാം ന്യായപ്രമാണം ഒന്നും ഇല്ലല്ലോ, യേശു കർത്താപ്പാട് 2 കൽപ്പനകളെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതിനകത്ത് യേശു കർത്താവിന്റെ കൽപ്പനകളാണ് കുറച്ചും കൂടെ ടഫ്. നമ്മുടെ ഹൃദയത്തിൽ വരുന്നതിനെ എല്ലാം പാപമായിട്ടാണ് കരുതുന്നത്. ബൈ ആക്ഷനിലേക്ക് എത്തണ്ട. നമ്മൾ എങ്ങനെയാ ഹൃദയത്തിൽ മോഹിച്ചിട്ട് മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം ഉഴുത്തിട്ട് മരണം വരുന്നു അല്ലെ? ഇതെല്ലാം ബൈ ആക്ഷനിലാണ് ഉണ്ടാകേണ്ട, ഫിസിക്കലി ഉണ്ടാകേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ എങ്കില് പുതിയ നിയമത്തിൽ വന്നപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മോഹങ്ങൾ തന്നെ പാപമായി മാറുന്നു. അത് ചെയ്യണ്ട. ഹൃദയത്തിൽ മോഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പണ്ട് കരുനാഗപ്പള്ളിയിൽ ഞങ്ങളോട് പഠിച്ച ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ, പ്രിൻസ് എന്ന അവന്റെ വീട്, അവരുടെ വീട്ടിൽ ഭയങ്കര വലിയ ഗാർഡനാ. നൂറോടുള്ള ലോകത്തുള്ള റോസൊക്കെ ഉണ്ടാവുമായിരിക്കും.
ഹാലേലിയ. സാറമസ്റ്റൊക്കെ അറിയാൻ എനിക്ക് നമ്മൾ ഇടവഴി കൂടെ പോകുമ്പോ അവിടെ നിന്നിട്ട് മതിലും എഴുതി വെച്ചിട്ട് കണ്ട് ആസ്വദിക്കുക, നുള്ളി നോവിക്കരുത്. ഹാലേലിയ. അതിന്റെ ഗാർഡന്റെ ഇടത്തേക്കത്തൊക്കെ ബോർഡ് വെച്ച് കണ്ട് ആസ്വദിക്കുക, നുള്ളി നോവിക്കരുത്. ഹാലേലിയ. അപ്പൊ ഹാലേലിയ. അപ്പൊ കണ്ട് ആസ്വദിക്കുക. നമ്മള് ഹാലേലിയ എന്താ പറയാ, ഒരു പൂ പൂത്ത് നിൽക്കുന്ന കാണും ഹാലേലിയ, അതിനെ പറിച്ചെടുത്ത് ഹാലേലിയ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിച്ച മോഹമാണ്. ഹലാന്റെ ആക്ഷനിലേക്ക് എത്തി. ഹാലേലിയ. അതുപോലെ ഇവിടെ ഇവിടെ അവര് എഴുതിയേക്കുന്നത് അങ്ങനെ. പക്ഷേല് അവൻ കർത്താവ് യേശുക്രിസ്തുവെ കണ്ട് ആഗ്രഹിച്ചാൽ തന്നെ പാവം. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. അല്ല, ഇങ്ങനെയൊക്കെ തന്നെ കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. ഹല്ലേലൂയ. അത് എടുക്കണമെന്നല്ല പഠിപ്പിച്ചേക്കുന്നത്. എടുത്താ പാവമെന്നല്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന മോഹങ്ങൾ ഹാലേലിയ നമ്മളെ എവിടെയൊക്കെ മരണത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഇത് വരുമ്പോ ഹൃദയത്തെ ശുദ്ധമാക്കുന്നില്ല എങ്കിൽ ഹാലേലിയ പാപിയായ ചുങ്കക്കാരൻ വിളിച്ചു പറഞ്ഞതുപോലെ, കർത്താവെ ഞാൻ അങ്ങോട്ട് നോക്കാൻ പോലും യോഗ്യനല്ലേ എന്ന് പറഞ്ഞ് മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കർത്താവെ ഞാൻ നിന്റെ തിരുമുഖത്തേക്ക് നോക്കാൻ യോഗ്യത എനിക്കില്ല ഹാലേലിയ. കാരണം എന്റെ ഉള്ളത്തിൽ എന്തൊക്കെയോ ദുഷ്ചിന്തകൾ ഇപ്പോഴും ഉണ്ട്. ചിന്താ മണ്ഡലത്തെ ഹാലേലിയ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മാത്രമേ അറിയുവാനും അതിനെ കറക്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഹാലേലൂയ. ഇപ്പൊ തന്നെ നമ്മളിപ്പം എന്താ പറയാ, പണ്ടൊക്കെ ഞാൻ സാറാമിസ്റ്റോട് പറയുമ്പോൾ ചിരിച്ചിട്ടാണ് പലപ്പോഴും. പണ്ടൊക്കെ നമ്മളെ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും. ഇപ്പോഴേ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ പറയും. പക്ഷെ എന്നാലും ഈ ശാസ്ത്രജ്ഞർ നമ്മൾ എന്തെന്ന് വെച്ചാൽ അവര് പറയുമ്പോൾ മിണ്ടാതെ നിൽക്കും. കാരണം എന്താ വെച്ചാൽ തിരിച്ചു പറയാൻ പാടില്ലല്ലോ, നമ്മൾ മൗനം പാലിക്കണമല്ലോ. പക്ഷേ നമ്മൾ പറയത്തില്ല, പക്ഷെ നമ്മുടെ മനസ്സ് പറയും. അല്ലേ? കാരണം വായ തുറന്ന് ശബ്ദം പുറത്തു വരത്തില്ല, പക്ഷെ നമ്മള് മനസ്സിൽ പറയും. ഹല്ലേലൂയ. ഇതും പാവമാ. ഹല്ലേലൂയ. കാരണം മനസ്സിൽ പറഞ്ഞാലും ദൈവത്തിനറിയാം. പലരും അത് ചെയ്യാനാണ് മീന സിസ്റ്റർ ഇരിക്കുന്നെങ്കിൽ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ പിന്നെ അത് അങ്ങനെ ഇങ്ങനെ അതൊക്കെ മറുപടി പറയും. പക്ഷെ പുറമേക്ക് ശബ്ദം വരുന്നില്ല. അല്ലേ? ഈ പുറമേക്ക് ശബ്ദം വരുന്നത് നമ്മുടെ വിചാരം നമ്മൾ പാവം ചെയ്തിട്ടില്ല, നാവ് കൊണ്ട് പാവം ചെയ്തിട്ടില്ല, നാവിനെ അടക്കിയാണ്. പക്ഷെ അല്ല, ദൈവത്തിന്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന നീ മനസ്സിൽ പറഞ്ഞാൽ അത് പാവ. ഹല്ലേലൂയ. ഓക്കെ, എല്ലാവരും അതാണ് അപ്പൊ നമ്മൾ അങ്ങനെയാ നമ്മളെ കൺട്രോൾ ചെയ്ത് പഠിക്കുന്ന അങ്ങനെ. പക്ഷേ എന്ന് നീ മനസ്സിലും കൂടെ പറയാതിരിക്കുമ്പോഴോ അപ്പോഴേ നീ വിഷയത്തെ ജയിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഹല്ലേലൂയ. പറയുന്നത് വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ട. അപ്പൊ കൊലപാതകം, ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ കൊല ചെയ്തിട്ടുള്ളവര്? ഇല്ല. പക്ഷെ കർത്താവ് യേശുക്രിസ്തു പറയാ, നിന്റെ സഹോദരനെ നീ മൂട എന്ന് വിളിച്ചാൽ നീ കൊലപാതകന. എത്രയോ പ്രാവശ്യം നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്ക് കണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്ന് പറയും. ഇപ്പൊ നമ്മൾ അറിയാം അഹങ്കാരം, വിടക്ക് കണ്ണ്, ഇതൊക്കെ എല്ലാവർക്കും, അസൂയ, ദുഷ്ടത, അസൂയ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അടുത്തൊരു വാക്യം പറഞ്ഞേക്കുന്നത് മൂഢത. നമുക്കുണ്ടാകുന്ന മൂഢത ഹാലേലിയ നമ്മുടെ ഹാലേലിയ മണ്ടത്തരങ്ങൾ, ഇതും പാവ. ഹാലേലിയ. നമ്മൾ പറയാത്ത എടാ മൂട, എടാ വിഡി, ഇതൊക്കെ പറയാറുണ്ട്. ഹാലേലിയ. എന്താ നമ്മള് പിള്ളേരോ അങ്ങനെ വിട, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആരും വിളിക്കരുത് കേട്ടോ, അങ്ങനെ ഭയങ്കര കേട്ടോ. ഹാലേലിയ. ചില ആൾക്കാരൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ ഹാലേലിയ ഈ ഒരിക്കലും ഇവൻ ഇതാകത്തില്ല, മണ്ടനവൻ, അല്ലെങ്കിൽ ഇനി ഇവൻ എന്ത് ബുദ്ധി വെക്കോ, ഇവൻ എങ്ങനെയൊക്കെ പറയാറ്. പക്ഷെ കുഞ്ഞുങ്ങളെ നോക്കും, ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്. ഹാലേലിയ. കുഞ്ഞുങ്ങൾ ഞാൻ അറിയാണ്ട് അങ്ങനെ എന്റെ മോളെ കയറി മണ്ടിന്ന് അങ്ങനെ വിളിച്ചു, അവർക്ക് ഭയങ്കര സങ്കടം. അമ്മ എന്തെങ്കിലും അങ്ങനെ വിളിച്ചു, അപ്പൊ ഞാൻ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് ഹാലേലിയ പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്ത് പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾ അതായി തീരുമെന്നേ. നീ ഒരു നാളും ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതുങ്ങളും ഗുണം പിടിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകളാണ് അവരുടെ ബ്ലെസ്സിങ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് നീ അനുഗ്രഹിക്കപ്പെട്ടതാണ്, യു ആർ ബ്ലെസ്ഡ് എന്ന് എപ്പോഴും പറയുകയാണെങ്കിൽ ബ്ലെസ്ഡ് ആകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഈ അറിവില്ല, ഈ മൂഢത എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ഇപ്പൊ നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മൾ എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇവന്
ഇവൻ എത്ര പറഞ്ഞാലും മണ്ടന, അല്ലെങ്കിൽ ഇവന് ഇങ്ങനെ എത്ര പഠിച്ചാലും ശരിയാകത്തില്ല, ഇവനൊരു കാലത്തും ഗുണം പിടിക്കത്തില്ല എന്നൊക്കെ പറയാം. നമ്മുടെ മൂഢത അത് പറയുക, അത് പാപമാണ്. ഹല്ലേലൂയ. പാപത്തിന്റെ പട്ടികയിൽ വരുന്നുണ്ട് അതും. നമ്മൾ ചെയ്യുന്ന നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു കൂട്ടും ചില കാര്യങ്ങൾ. അതിന് എക്സ്ക്യൂസ് ഇല്ല. ദൈവസന്നെ ചെയ്ത കർത്താവ് എനിക്ക് അറിവില്ലായിരുന്നു, ദൈവത്തിന്റെ കുഴപ്പമല്ല. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ഗലാത്യ ലേഖനത്തിൽ അവിടെ വായിക്കുമ്പോൾ അവിടെ കുറച്ചും കൂടെ ഹല്ലേലൂയ പറയുന്ന കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ജഡത്തിന്റെ സ്വഭാവം, ദുഷ്ചിന്ത, അങ്ങനെ നമ്മൾ അവിടെ കുറെ കാര്യങ്ങളല്ല ജഡത്തിന്. ആ ഗലാത്യയിലെ 5-ാം അധ്യായത്തിന് 19-ാം വാക്യം തുടങ്ങുന്ന മ്യൂട്ടാ. ജഡത്തിന്റെ പ്രവൃത്തികളോ ജഡത്തിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായ എന്ന് വരും. ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. കാലയില്ല, ഈ വക പ്രവർത്തിക്കുന്നത് ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇത് രക്ഷിക്കപ്പെടാത്തവരോടല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട സഭയോട് പറയുന്ന കാര്യമാണ്. ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിലാണ് നിൽക്കുന്നത്, പക്ഷേ സ്ഥിരമായ അവകാശം നമ്മളിലേക്ക് വന്നിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ പറയാ, ജഡത്തിന്റെ ദുർനടപ്പ്, അശുദ്ധി, ഹല്ലേലൂയ, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്ക, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. ദ്വന്ദ്വപക്ഷം, രണ്ട് പക്ഷം. ഇപ്പൊ നമ്മളെ ചില സഭയില് എപ്പോഴും പറയും, സഭയില് രണ്ട് ചേരിയാ. കുറെ പേര് ഹല്ലേലൂയ പാസ്റ്ററുടെ കൂടെ, കുറെ പേര് ഇപ്പുറത്തൊരു സെക്ഷൻ, പാസ്റ്റർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ദ്വന്ദ്വപക്ഷമാ. ഹല്ലേലൂയ. അത് എന്താ പറയാ, നമ്മള് ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരു നമ്മുടെ പാർട്ടിക്കാരൊക്കെ ചെയ്യുന്ന എന്താ, പിളർപ്പിൽ നിന്ന് പിളർപ്പിലേക്ക് നടത്തുമെന്ന് പണ്ട് നമ്മളിപ്പോഴും കളിയാക്കി പറയും. ABCയിൽ എത്ര അക്ഷരം ഉണ്ടോ അതെല്ലാം ഇനിയിപ്പോ അങ്ങനെയുള്ള പാർട്ടി. പക്ഷെ എന്താ അവിടെയൊക്കെ ഭിന്നത, വിഘടനം സംഭവിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? രണ്ട് പക്ഷം, രണ്ടഭിപ്രായം വരുന്നത് കൊണ്ടാണ്. അത് ജഡത്തിന്റെ സ്വഭാവമാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വഭാവം. ദൈവം എപ്പോഴും എന്താ ചെയ്യുന്നേ? ദൈവം യൂണിറ്റിയുടെ ദൈവമാണ്. ഒരു ഭവനത്തിൽ അപ്പനെയും അമ്മയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് പിശാചാണ്, അല്ല ജഡമാണ്. ഹല്ലേലൂയ. പിശാച് ജഡത്തിൽ സ്വാധീനിച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ഭിന്നത ഇടുന്നതൊക്കെ പൈശാചിയമാണെങ്കിൽ ദൈവം ഹല്ലേലൂയ എന്താ ചെയ്യുന്ന? നമുക്ക് ദൈവം എപ്പോഴും ദൈവം സ്നേഹത്തിൽ ഒന്നിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരിടത്ത് പോലും ദൈവം അവരെ വേർതിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ഹല്ലേലൂയ. അപ്പൊ ദ്വന്ദ്വപക്ഷം വരുന്നിടത്ത് അടുത്ത് പറയുന്നത് അവിടെ പറയുന്നത് ജഡത്ര ദുർനടപ്പ്, അവിടെയും പറയുന്നത് ദുർനടപ്പ്. നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? ഹല്ലേലൂയ. അടുത്ത ജഡത്ര ദുർനടപ്പ്, അശുദ്ധി. നമ്മൾ അശുദ്ധിയിരിക്കുന്നു. എന്താ നമ്മൾ എപ്പോഴും പറയും ഹല്ലേലൂയ, നമ്മള് ശുദ്ധിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. പക്ഷേ നമ്മൾ അശുദ്ധി ഇല്ലാത്ത ഹൃദയമുള്ളവരാണെങ്കിൽ അശുദ്ധി. പക്ഷെ പുറമേ പരീശന്മാരെന്താ നോക്കിയത്? അശുദ്ധി എന്ന് പറഞ്ഞപ്പം അവരാചാരം അനുസരിച്ച് കൈകാലുകളൊക്കെ അറിയാമല്ലോ. പരീശന്മാരാണെങ്കിൽ അവിടെ ചെന്നാൽ ഈ പുറത്ത് പാത്രത്തിൽ വെള്ളമൊക്കെ, അവർക്ക് കൈയും കാലും ഒക്കെ കഴുകൽ കുറച്ച് പരിപാടികൾ നമ്മുടെ ഇവര് നമസ്കരിക്കാൻ കണ്ടിട്ടുണ്ട്. കൈ, കാല്, ചെവിയും അങ്ങനെ ഇങ്ങനെയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അവർ ചെയ്യുന്നത്. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പൊ ഇവർ ഇതൊക്കെ അവർ പുറമേ നോക്കും. പക്ഷെ അകം എങ്ങനെയാണെന്ന് അവർ തിരിച്ചറിയില്ല. അവരുടെ അകമെല്ലാം ക്രൂശിച്ചതുമായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് തന്നെ ഒരു അസൂയ നിമിത്തമായിരുന്നു. ഹല്ലേലൂയ. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു കർത്താവിനെ അവര് ക്രൂശിക്കാൻ ഏൽപ്പിച്ച് അവർ അസൂയ നിമിത്തം. ഹല്ലേലൂയ. അപ്പൊ അസൂയ എന്നുള്ളത് ഹല്ലേലൂയ ഒരു ജഡത്തിന്റെ സ്വഭാവമാണ്, അല്ലെങ്കിൽ ഒരു ഹല്ലേലൂയ ദൈവിക സ്വഭാവം അല്ല. കയീൻ ഹാബേലിനെ കൊന്ന് എന്തുകൊണ്ടാ? അവരുടെ അസൂയ തോന്നിയിട്ടാ ചെയ്തു. അതപ്പോ ഇവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്തല്ല, അവിടെ നിന്നേ അങ്ങ് സ്റ്റാർട്ട് ചെയ്തതാ. ഹല്ലേലൂയ.
എന്തിനു പറയുന്ന? പിശാച് ആദമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചത് എന്തിനാ? അസൂയ വന്നിട്ടാ. ഹല്ലേലൂയ. കാരണം എന്താ? അല്ല, ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ചതാ മനുഷ്യനെ. കാരണം ദൈവത്തെ ആരാധിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവനാ വെട്ടി താഴെ വീണപ്പം അവന് ദൈവം മനുഷ്യനെ ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യന് അവകാശം എല്ലാം കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല, അധികാരം എല്ലാം കൊടുത്ത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവനെ ഇതിൽ നിന്ന് ചാടിച്ച് പുറത്തെത്തിക്കണം. ചില ആൾക്കാർ കൃപയിലൊക്കെ നിൽക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല. അവരെങ്ങനെയും 10 എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ കൃപയിൽ നിന്ന് വീഴിക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. പണ്ടൊക്കെ നമ്മളൊക്കെ കോളേജൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ തമാശയ്ക്ക് പറയുന്നു, അങ്ങനെ സിനിമയൊക്കെ കാണാൻ പോകുന്ന കൂട്ടത്തിലാണ്. അന്നേരം ഒരു സിനിമയ്ക്ക് പോയി മോശം സിനിമയാന്ന് ഇരുന്നോട്ടെ, നമ്മുടെ ആരെങ്കിലും കൂട്ടുകാരുടെ പോയി കാണുമ്പോൾ നമുക്ക് പകുതി ആശ്വാസമായി. അല്ലേ? കാരണം വെച്ചാൽ നമുക്ക് പറ്റിയ അബദ്ധം മറ്റൊരാൾക്ക് നമ്മൾ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് അല്ലേ കാണും. നമ്മളാണ് കൊള്ളാവോ കൊള്ളത്തില്ല എന്നൊക്കെ അവൾ പറയുന്നത് കൊള്ളത്തില്ലട്ടോ, അല്ലെങ്കിൽ നല്ലതാണ് ചില ഹോട്ടലൊക്കെ ഫുഡ് കഴിക്കാൻ ചെല്ലുമ്പോൾ. പക്ഷേ ഹാലേലിയ ഹാലെ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? ഞങ്ങൾക്കൊരു അബദ്ധം പറ്റും, നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് പറയും. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ തുടങ്ങും, നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് ഫുഡ് ഒക്കെ പറയും, നല്ലതാ സൂപ്പറാ പോയി കഴിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ചിലപ്പോൾ നമ്മൾ അറിയോ പോകല്ലേ എന്ന് പറയും. കാരണം എന്താ? നമുക്കും അബദ്ധം പറ്റും. പക്ഷെ ചില ആൾക്കാർ അങ്ങനെയല്ല, നമുക്ക് പറ്റിയ അബദ്ധം മറ്റൊരാൾക്കൂടെ പറ്റുമ്പോ കുഴപ്പമില്ല, അവർക്കും പറ്റിയല്ലോ, ഹാലേ നമുക്ക് മാത്രം അല്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാറൊക്കെ ഉണ്ട്. ഹാലേലിയ. അപ്പൊ ഇതൊക്കെ എന്താ? നമ്മുടെ ചിന്തയിൽ ഹാലേലിയ, നമ്മുടെ ഹൃദയത്തിൽ ഹാലേലിയ. ആമേ ഹാലേ. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നുള്ളതിനെ കാണിക്കുന്നു. ഹാലേലൂയ. അപ്പൊ നമ്മൾ അവിടെയൊക്കെ നമ്മള് കുഞ്ഞുങ്ങൾ ഇന്ന് മാതാപിതാക്കന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം ഹാലേലിയ, കുഞ്ഞുങ്ങൾ ഹാലേലി ആമേൻ എന്താ പറയാ, സ്കൂളിലൊക്കെ പോകുമ്പോൾ അവര് മത്സരിക്കാൻ പഠിപ്പിക്കുന്നത് അപ്പനമ്മമാരാണ്, പ്രത്യേകിച്ച് അമ്മമാരാണ്. കുഞ്ഞുങ്ങളെ മാർക്ക് കിട്ടി കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുഞ്ഞിനിപ്പം ഒരു 45 48 ആണ് അമ്പതിലെങ്കിൽ ആദ്യം ചോദിക്കുന്ന ആ കൊച്ചിനെത്ര, ഈ കൊച്ചിനെത്രയാണ്. അവർക്ക് ഇതിനെക്കാട്ടി കൂടുതലാണെങ്കിൽ പിന്നെ നമ്മുടെ കൊച്ചിന്റെ കാര്യം പോക്കാം. അതിനെക്കാട്ടി കുറവാണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല എന്ന് പറയും. ഹല്ലേലൂയ. ഇതാണോ നമ്മുടെ മനോഭാവം? നമ്മൾ പഠിപ്പിക്കുക കുഞ്ഞുങ്ങൾ മത്സരിക്കാനായിട്ട്. നീ അവരെക്കാട്ടി മുന്നിലെത്തണം, അവരെക്കാട്ടി മേലെ കയറണം. ഹല്ലേലൂയ. ഇതാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കുഞ്ഞുനാൾ തുടങ്ങിയിട്ട് നമ്മൾ കുത്തിവെക്കുന്ന മത്സരം. മത്സരം എങ്ങനെയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്? ആഭിചാര ദോഷം അതിനെക്കാട്ടി ഭയാനകമാണെന്ന് പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾ എങ്ങനെയാ മത്സരിക്കാം? അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പം കുഞ്ഞുങ്ങളല്ല, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ സെൽഫിഷാണ് നമ്മൾ പറയാറുണ്ട്. ഇന്ന് വളർന്നു വരുന്ന ജനറേഷൻ എല്ലാം സെൽഫിഷ്. എന്തുകൊണ്ടാണ് സെൽഫിഷ് ആയി പോകുന്നത്? പഠിപ്പിക്കുന്നത് എവിടെ? നമ്മുടെ പേരൻസ് ആണ് പഠിപ്പിക്കുന്നത്, നമ്മൾ പേരൻസ്. കാരണം കൂടെയുള്ള കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനും അവരെ പോലെ കരുതാനും അല്ല പഠിപ്പിക്കുന്നത്, അവരോട് മത്സരിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ പഠിപ്പിച്ചു വരുമ്പോ എന്താ സംഭവിച്ച, അവര് നമ്മളോടും അങ്ങനെ തന്നെ ആയിപ്പോവും. സ്വന്തം കാര്യം അവര് സെൽഫിഷായി വരുന്ന ട്രെയിനിങ് കൊടുക്കുന്ന പേരൻസ് ആണ്. കാരണം കുഞ്ഞുങ്ങളോട് ഇന്ന് എന്തോ ഒരു പകയൊക്കെയാണ്. എന്റെ അനിയത്തി ഇടയ്ക്ക് പറയുണ്ടായി, ഹലേലിയ മോളെ വേറൊരു സ്കൂളിലേക്ക്, ഒരു നോർത്ത് ഇന്ത്യൻ ഇതുള്ള സ്കൂളിലേക്ക് ചേർത്തവള് പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ഒക്കെയാണ്. അപ്പോഴത്തേനും ഇവർക്ക് എല്ലാത്തിനും ഫസ്റ്റ് ഒക്കെ എല്ലാം വന്നപ്പോഴത്തേനും അവിടെയുള്ള കുഞ്ഞുങ്ങൾ പല കുട്ടികൾ അവളോട് കൂട്ടുകൂടരുതെന്ന് ഗ്യാങ് ഉണ്ടാക്കി പേരൻസ് പഠിപ്പിച്ചു വിട്ടു. എന്താ കാര്യം? അവരുടെ മക്കളെക്കാട്ടി നല്ലോണം പഠിക്കുന്നുണ്ട്, അവര് മിണ്ടാൻ പാടില്ല, കൂട്ടുകൂടാൻ പാടില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നില്ല. നമ്മൾ നല്ലതോണം പഠിക്കുമെങ്കിൽ എല്ലാ പിള്ളേരും നമ്മളോട് വന്ന് കൂട്ടുകൂടുമായിരുന്നു. അതിന് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം അന്നത്തെ പേരൻസ് ഒന്നും ഇതുപോലെ പിള്ളേരെ ബ്രെയിൻ വാഷ് ചെയ്ത് പകയും പിണക്കവും മത്സരവും ഒന്നും പഠിപ്പിക്കുന്നില്ലായിരുന്നു. ഇന്നത്തെ സമൂഹത്തെ നാളത്തെ അവിടുത്തെ പൗരന്മാരായി സമൂഹത്തിന് നല്ല ചെയ്യേണ്ട കുഞ്ഞുങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ പട്ട് കൊടുക്കുന്ന വിത്താണ്. ഇവിടെ പറഞ്ഞു വന്നപ്പോ ഞാൻ ഇതിനകത്ത് പറഞ്ഞു വന്നപ്പോ പക, ക്ഷമ, എന്നിട്ട് എന്താ പറയാ പക, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹ, പക, പിണക്കം. പക, പിണക്കം ഇത് രണ്ടും കയറി എന്ത് വരും? പിന്നെ പലതിലേക്കും അത് പോകും. കൊലപാതകത്തിലേക്ക് വരെ ചെന്നെത്താറുണ്ട്. പക, പിണക്കം, ജാരശങ്ക, വലിയ പ്രശ്നമാണ്. സംശയം. ചിലപ്പോൾ അവിടെ ഒന്നും ഉണ്ടാകത്തില്ല, ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പക്ഷേ സംശയിച്ച് എത്ര ജീവിതങ്ങൾ തകർത്ത് കളയുന്നുണ്ടെന്നറിയാം. അവിടെ ജാരശങ്ക. അടുത്ത ക്രോധം. കോപത്തിന് ചൂട് വലുതാണ് ക്രോധം. ശാഠ്യം.
നമുക്ക് ചിലതൊക്കെ ഇങ്ങനെ പിടിവാശി, എനിക്കത് കിട്ടിയവരല്ല, അത് ഞാൻ പറയുന്നത് ശരി, അല്ലെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത മനോഭാവം. തർക്കങ്ങൾ, അനാവശ്യ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ശാഠ്യത്തിൽ നിന്നാണ്. അതിപ്പോ എന്തായിക്കോട്ടെ, പറയുന്ന വചനമായിക്കോട്ടെ, ആമേ മറ്റ് എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ പറയുന്നത് നമ്മൾ പലപ്പോഴും താണു കൊടുക്കുമ്പോൾ, വിട്ടുകൊടുക്കുമ്പോഴാണ് നമ്മൾ ശ്രേഷ്ഠരാകുന്ന പലരും മനസ്സിലാക്കുന്നില്ല. ചിലർക്ക് ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് എത്രയാന്ന് വെച്ചാൽ 4 പണ്ട് പറഞ്ഞ് ഇപ്പൊ 8 പറയുന്ന ആൾക്കാരുണ്ട്. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ അവസ്ഥ. ഹല്ലേലൂയ. ആമീൻ. അടുത്ത പറയുന്നത് ആമീൻ. ഹല്ലേലൂയ. അടുത്ത ദ്വന്ദ്വപക്ഷം പറഞ്ഞു, ഭിന്നത. ദ്വന്ദ്വപക്ഷത്തിൽ വരുന്ന തന്നെ ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായ പ്രവർത്തിക്കുന്നവർ എന്ന് വെളിവാകുന്ന ഈ വക പ്രവർത്തിക ദൈവരാജ്യം അവകാശമാക്കിയത് ഞാൻ മുൻപേ പറഞ്ഞപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. 16 വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പ്, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ലെന്ന് ഞാൻ പറയും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. നിങ്ങൾ ഇച്ഛിക്കുന്ന ചെയ്യാതെ അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോ, ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞപ്പോ ആദ്യം ജഡത്തിനെ അല്ല, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ. അപ്പൊ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു അശുദ്ധി വന്ന ഉടനെ ഉള്ളത്തിൽ നിന്ന് ആത്മാവ് നമ്മളോട് പറയുമ്പോൾ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് വന്ന് നോക്കും, അല്ലെ? ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പൊ പറയണമെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ പോലും അപ്പൊ തന്നെ നമുക്ക് അത് കഴിയുമ്പോൾ ഉള്ളിലൊരു കുറ്റബോധവും ഇതൊക്കെ കയറി വരും. കാരണം എന്താ, നമ്മുടെ ഉള്ളത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റ് എന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവാണ്. അങ്ങനെ നമ്മുടെ ഉള്ളിൽ തോന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസാക്ഷി എന്നൊരു സാധനം ഉണ്ടല്ലേ. അപ്പൊ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നെങ്കിൽ നമ്മൾ എന്തോ കുഴപ്പം ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്തിട്ട് അതിൽ സന്തോഷം ലഭിക്കുന്നില്ല എങ്കിൽ അറിയാം അത് ദൈവഹിതമല്ല. ഹല്ലേലൂയ. ഞാനിപ്പോ ഒരു സിനിമയ്ക്ക് പോയി സിനിമ കാണാൻ കയറി, സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുകയാണെങ്കിൽ അത് എന്റെ ജഡം പക്ഷേ നമ്മൾ ആത്മാവ് ഉള്ളിലുള്ളവർക്ക് ഒരിക്കലും അതുകൊണ്ട് സന്തോഷിക്കാൻ പറ്റത്തില്ല. അതായത് നല്ല മെസ്സേജ് കേട്ട് കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ സമയം സ്പെൻഡ് ചെയ്ത് നമുക്ക് അത് കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം ഉള്ളത്. എന്താ കാരണം? അത് ആത്മാവിന് ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ അപ്പം ജഡം എപ്പോഴും ആത്മാവിന് പ്രതികൂലം. അപ്പൊ ആത്മാവ് നമ്മളെപ്പോഴും കറക്റ്റ് ഡയറക്ഷനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ ആത്മാവിന് ചെവി കൊടുത്ത് നടക്കണം, നമുക്ക് സന്തോഷമുണ്ടാകും. യോഹന്നാനെ കുറിച്ച്, ജനത്തെക്കുറിച്ച് ദൂതൻ ഹാലേലിയ സക്കറിയാവിനോട് ആലോചന പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവൻ ഉള്ളിൽ സന്തോഷം, ഉല്ലാസം, അപ്പന്മാരെ അമ്മമാരെ ഹൃദയം അടുപ്പിക്കുക, എന്നിട്ട് അതിനുള്ളിൽ സന്തോഷം ഉല്ലാസവും ഉണ്ടാവും. ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. ദൈവഹിതപ്രകാരം എന്തെങ്കിലും സംഭവിക്കാൻ നമുക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും, നമ്മൾ പോകുന്നു വരുന്നു, ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു സന്തോഷമില്ലായ്മ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതാകുമ്പോൾ അത് ശരിക്കും ദൈവഹിതപ്രകാരം അല്ല എന്നുള്ളത്. ദൈവത്തിന്റെ ആണെങ്കിൽ അവിടെ സന്തോഷം ഉല്ലാസം ഉണ്ടാകും, വേറെ സംശയമൊന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ ഉള്ളത്തിൽ ഒരു സന്തോഷമില്ലായ്മ വരുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം ആ വിഷയം വീണ്ടും വെച്ച്. ഹല്ലേലൂയ. ദൈവഹിതമല്ലെങ്കിൽ കർത്താവേ എന്നെ അങ്ങോട്ട് അയക്കരുതേ. ഇത് നമുക്ക് പറയാൻ പറ്റും. ദൈവം അത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഹാലേലിയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ ഹാലേലിയ പുറമേ കാണുമ്പോൾ നമ്മൾ ഹാലേലിയ വിശുദ്ധരാണെന്ന് തോന്നിയ പോരാ. ഹാലേലിയ അകം എത്രത്തോളം ശുദ്ധമുള്ളതായിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഹാലേലിയ ദുഷ്ടതകളിലൊക്കെ നിറഞ്ഞിട്ട് ഹാലേലിയ ആരെ കണ്ടാലും അവരെ കുറിച്ച് കുറ്റം പറയാനും ഹാലേലിയ അവരുടെ കുറവുകൾ നോക്കാനും വേണ്ടി മാത്രമേ നമ്മുടെ കണ്ണുകൾ ഉപയോഗിക്കുന്നുള്ളെങ്കിൽ ഹാലേലിയ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. ഒരാളുടെ നന്മ തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഹാലേലിയ പലർക്കും പലപ്പോഴും ആൾക്കാർക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകും, പക്ഷേ അവരുടെ ഭാഗത്തുണ്ട് ചില തിന്മ മാത്രമേ നമ്മുടെ കണ്ണിപ്പെടുന്നുള്ളെങ്കിൽ ഹാലേലിയ നമ്മുടെ കണ്ണിന് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അതിനെ ഒന്ന് ശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്ത് കണ്ടാലും അതിന്റെ നന്മകളൊന്നുമല്ല അതിന്റെ തിന്മ മാത്രം ചിന്തിക്കാൻ ദുശ്ചിന്തകളാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് എന്തോ കുഴപ്പമുണ്ട്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഒരു ദിവസം നമ്മൾ കേൾക്കുന്ന അത്ര വചനം മറ്റാരും കേൾക്കുന്നില്ല മലയാളികൾ. പക്ഷെ ഈ വചനത്തെക്കാട്ടേക്ക് ഉപരി ആരെങ്കിലും കുറവുകളും കുറ്റങ്ങളും പറയുന്ന ഗോസിപ്പുകൾ നമ്മുടെ ചെവിക്കുള്ളിൽ കയറി മുഴങ്ങി നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്നെങ്കിൽ നമ്മുടെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്, പരിച്ഛേദന ഏറ്റിട്ടില്ല. നമ്മൾ വായി തുറക്കുമ്പോൾ നല്ലത് പറയുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ച് മോശം പറയാനാണ് നമ്മുടെ നാവിന് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാവിന് എന്തോ കുഴപ്പമുണ്ട്.
ഈ ദിവസങ്ങളിൽ ഹാലേലിയ ആമേ നമ്മൾ കടന്നു പോകുന്ന സ്ഥലങ്ങൾ ഹാലേലിയ ആമേ നമുക്ക് ഇഷ്ടമുള്ളിടത്തെ കാണാൻ പോകുന്ന ദൈവഗീത പ്രകാരമാണ് നമ്മുടെ കാലുകൾ മുൻപോട്ട് വയ്ക്കുന്നത് ഇതെല്ലാം ഈ ദിവസങ്ങളിൽ ഒന്ന് ശോധന ചെയ്യണം ഹാലേലൂയ ആമേ പരീക്ഷന്മാരുടെയും സദൂക്കരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചു കൊള്ളുക എന്ന് ഹാലേലി കർത്താവ് യേശുക്രിസ്തു. അപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ ഉള്ളിലേക്ക് ചെവിയിലേക്ക് വരുന്നതും എല്ലാം അമ്മ എടുത്ത് വിശ്വസിച്ച് ഹൃദയത്തിൽ കയറ്റി വെക്കുകയല്ല അത് എന്ന് പുളിച്ചതാണോ നല്ലതാണോ തിരിച്ചറിഞ്ഞ ശേഷം ഹാലേലിയ നമ്മൾ വിവേചിച്ചതിന് ശേഷം മാത്രം അത് സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നമ്മളെ കൂടെ പുളിപ്പിക്കും. ഞാൻ പറഞ്ഞ കണക്ക് നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു കരട് കൊണ്ടാലും ഇട്ടത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഉള്ള സ്വസ്ഥതയും സമാധാനം ഒക്കെ പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ അതിനെ അപ്പൊ തന്നെ റിജക്ട് ചെയ്യാൻ പഠിക്കണം ഹാലേലിയ. ദൈവഹിതമല്ലാത്തത് വരുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കുള്ളതല്ലാന്ന് തോന്നുമ്പോൾ അതിനെ വിട്ടുകളയാൻ പഠിക്കണം. അതിനൊക്കെ എടുത്ത് ഹൃദയത്തിൽ കയറ്റി വെക്കരുത്. ഹാലേലൂയ ആമേൻ സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് ഹാലേലു ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹാലേലിയ നമ്മുടെ ഹൃദയത്തെ ഒന്നുകൂടെ ശോധന ചെയ്യാം. എന്തെങ്കിലും ജഡത്തിൻ്റെതായ ആമേ പ്രവൃത്തികൾ നമ്മളുണ്ടെങ്കിൽ ചിന്തകൾ നമ്മളുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് വിവേചിച്ച് ഇത് എടുക്കാൻ കഴിയാത്ത ചിലതൊക്കെ ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും വേസ്റ്റ് നമ്മൾ പറയും പിശാചിന്റെ വേസ്റ്റ് ആണ് കൊണ്ടുവന്ന് നമ്മുടെ ഇതിലേക്ക് ഇട്ടുതരുന്നത്. അവന്റെ വരുന്ന എല്ലാം ദുഷിച്ചതെല്ലാം എന്താ വേസ്റ്റാ. ആ വേസ്റ്റ് ഒക്കെ നമ്മുടെ ഉള്ളിൽ കിടന്ന് ചീഞ്ഞ് നാർന്നെങ്കിൽ അതിനെല്ലാം ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് ശുദ്ധീകരണം പ്രാപിച്ചു ദൈവം എന്ത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക അതിലേക്ക് വരുവാൻ തക്കണം. ദൈവം നമ്മളെ സഹായിക്കേണ്ട പരിശുദ്ധാത്മന്റെ കാര്യത്തിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുക. ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.